കോഴിക്കോട്ടെ ആദർശ സമ്മേളനം സംഘടിപ്പിച്ചത് സമസ്തയിൽ എല്ലാവരെയും ഒന്നിച്ചു നിർത്താനാണെന്ന് SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും ജിഫ്രി തങ്ങളെയും രണ്ട് ഭാഗത്ത് നിർത്താനുള്ള നീക്കത്തെ തടയുകയാണ് ലക്ഷ്യമെന്നും സമസ്തയിൽ പിളർപ്പുണ്ടാകില്ലെന്നും അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂലിയാണ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിമർശിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിനെതിരെയാണ് സമാന്തര സമ്മേളനം സംഘടിപ്പിച്ചത്. സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂലികളായിരുന്നു നീക്കത്തിന് പിന്നിൽ. എന്നാൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും ജിഫ്രി തങ്ങളെയും രണ്ട് ഭാഗത്ത് നിർത്താനുള്ള നീക്കത്തെ തടയുകയാണ് ലക്ഷ്യമെന്നും സമസ്തയിൽ പിളർപ്പുണ്ടാവില്ലെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. SYS സംസ്ഥാന സെക്രട്ടറിയും സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂലിയുമാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ. നിങ്ങൾക്കറിയാം, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കേരളത്തിലെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകവും പൊതുസമൂഹത്തിൻ്റെ നേതാവും എല്ലാ മതസംഘടനകളും ഇതര മതസ്ഥരും അംഗീകരിക്കുന്ന ഒരു നേതാവാണ്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രബലമായ ഒരു മതസംഘടനയാണ്, ഗ്രാസ് റൂട്ടിൽ വേരുള്ള ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കേരളത്തിലെ മുസ്ലിം ജനതയുടെ ആധ്യാത്മിക നേതൃത്വമാണ്. ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് മുന്നോട്ട് പോകലാണ് സമുദായത്തിന് ഏറ്റവും കരണീയമായിട്ടുള്ളത്. ഇത് രണ്ടാക്കി തീർത്തുകൊണ്ട് മുസ്ലിം ലീഗിനെ വേറൊരു വഴിക്കും സമസ്തയെ മറ്റൊരു വഴിക്കും ആക്കി തീർക്കാൻ ചില രാഷ്ട്രീയ ശക്തികൾ കേരളത്തിൽ ശ്രമം നടത്തുന്നത് അടുത്ത കാലത്തായി നമ്മൾ കണ്ടുവരുന്നൊരു പുതിയ പ്രവണതയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നതിനെ എതിർക്കുക, അതിനെ തടഞ്ഞു നിർത്തുക എന്നതാണ് നമ്മൾ ഈ കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു പുതിയ പിളർപ്പോ അല്ലെങ്കിൽ ചേരിതിരിവോ അല്ല. സമസ്തയും ലീഗും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അതില്ലാതാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. കേരളത്തിൽ മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തെക്കുറിച്ച് പറയേണ്ടത് ഞാനല്ല, എന്നെ അത് പറയാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. പക്ഷെ സമസ്തയാണ് പറയേണ്ടത്. ഞങ്ങളൊക്കെ പഠിച്ചത് സമസ്തയുടെ രേഖ നോക്കിയിട്ടും സമസ്തയുടെ പ്രധാനപ്പെട്ട ഉസ്താദുമാരുടെ തീരുമാനം നോക്കിയിട്ടും മറ്റു ചില വേദികളിലൊക്കെ നടക്കുന്ന ചില പ്രഭാഷണങ്ങൾ ഈ ബന്ധത്തെ വഷളാക്കുന്നതാണ്. അബ്ദുറഹ്മാൻ കല്ലായി, MC മായിൻ ഹാജി, അബ്ദുസമദ് പൂക്കോട്ടൂർ, ഓണംപള്ളി മുഹമ്മദ് ഫൈസി തുടങ്ങി സമസ്തയിലെ ലീഗ് അനുകൂലികളായിരുന്നു സമാന്തര സമ്മേളനത്തിന് നേതൃത്വം നൽകിയിരുന്നത്. കൈരളി ന്യൂസ്, മലപ്പുറം.